കണ്ടു പരിചയമില്ല ഏട്ടാ. എവിടെ പോകുന്നു ഏട്ടാ? ഇവിടെ ഒരു എൻ്റെ സ്നേഹിതനെ വീട്ടിലേക്ക് വന്നു. അവിടെ ഒരു നേരം എന്ന് പറഞ്ഞിട്ട് വലിയൊരു സ്ഥലമില്ലേ? നേരങ്ങാണെടുക്കാം. ആ അത് തന്നെ അത് തന്നെ. അല്ല എന്തെന്നാ അതിൻ്റെ പേര് ഒന്നുകൂടെ പറയും. അത് നേരങ്ങാണെടുക്കാം. എനിക്ക് അങ്ങോട്ടാ പോകേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ പേര് പോലും എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഇത് പ്രത്യേക ഒരു സ്ഥലമാണ്. അവിടെ ആരെ കാണാനാ? അതിൻ്റെ സ്നേഹിതൻ്റെ വീടുണ്ട് കൂടെ പഠിച്ചേ. അതെയാ? നമ്മൾ ഈ നാട്ടുകാരനെ. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ അവിടെ നമ്മൾ എത്തിക്കാം. ആണോ? എന്നാ ഒന്ന് എന്നെ കാണിച്ചു തരുമോ? വാടാ, നീ വണ്ടി സൈഡാക്കി വിടാം. വാടാക്കിട്ട് തരാം. ചുറ്റിലും ഉയർന്നു നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ, നാടിന് മേൽക്കൂര തീർക്കുന്ന വൻമരങ്ങൾ, ഒരു മലയോര ഗ്രാമത്തിൻ്റെ തനതാഴ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് നേരം കാണാമടുക്കം. പഴമയുടെ പൈതൃകം ഈ ജനതയിൽ ശക്തമായി വേരൂന്നി നിൽക്കുന്നു. ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രദേശം രണ്ട് മലകളുടെ അളുക്ക് എന്ന് പറയും. നമ്മളെ ഈ സാധാരണ നാടൻ ഭാഷയിൽ രണ്ട് മലകളുടെ അളുക്കാണ്. ഈ പ്രദേശത്ത് നിബിഡമായ വനങ്ങളുണ്ടായിരുന്നു. വനങ്ങളിൽ നിന്ന് ഒരു 2 പേർക്ക് കയ്യെത്താൻ പറ്റാത്ത മരങ്ങൾ നിറഞ്ഞപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് നമുക്കിവിടെ ഈ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ഏകദേശം 12 മണിയാവും. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് നേരം കാണാതെടുക്കാമെന്ന് നാമധേയം തന്നെ പുറവെടുത്തതാണ് പണ്ടത്തെ പറഞ്ഞു കേട്ടത്. ഒരു ബോർഡ് പോലും ഈ നാടിൻ്റെ പേരിൽ ഇവിടില്ല. ഒരു ഗൂഗിൾ മാപ്പിലും നേരം കാണാമടുക്കത്തിൻ്റെ പേര് കാണാനാവില്ല. ആചാരങ്ങളും ഐതിഹ്യങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ നാട്. നേരങ്ങാടുക്കത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തെയ്യം കൊണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് വർഷങ്ങളായി നീറുറവ, അതാണ് അതിൻ്റെ പ്രാധാന്യം. തെയ്യം കൊണ്ടെന്ന പേര് വന്നത് തന്നെ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ തൊട്ടടുത്ത് കർണാടക സ്റ്റേറ്റാണ്. കർണാടകത്തിൽ തലക്കാവേരി എന്ന് പറഞ്ഞൊരു പ്രശസ്തമായ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ നിന്നും ഒഴുകി വരുന്ന നീറുറവയാണ് ഈ തെയ്യം കൊണ്ടിൽ എത്തിച്ചേരുന്നതെന്നാണ് പൂർവികർ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എല്ലാവർക്കും പറയാനുള്ളത് കുട്ടിക്കാലത്തെ സുന്ദരമായ ഓർമ്മകൾ. കൃഷിയിലും ജലസേചനത്തിലും സമാനതകളില്ലാത്ത മാതൃക. വല്ലപ്പോഴും ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ ഈ നാടിന് വെല്ലുവിളിയാണ്. കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തി ഞെട്ടിക്കാനിരുന്നതാ. പക്ഷേ ഞെട്ടിയത് ഞാനാ. കാരണം എന്താണെന്നറിയോ? കൂട്ടുകാരൻ ഇവിടെ നിന്ന് താമസം മാറിപ്പോയിട്ട് വർഷം കുറേയായി. പക്ഷേ ഇവിടെ വന്നപ്പോൾ നേരം കാണാൻ നടക്കത്തെ നാട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റി. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.